ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സ്വപ്നേ മോളെ. എന്താ സഞ്ജുട്ടാ? എനിക്ക് ബെഡ് കോഫി കിട്ടിയില്ല. ബെഡ് കോഫിയോ? ആ, എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ കോഫി കിട്ടിയില്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട്. നീ എങ്ങനെയെങ്കിലും എനിക്കൊരു കോഫി കൊണ്ടുവന്നാ പ്ലീസ്. അവന്റെ കുഞ്ഞമ്മയുടെ ബെഡ് കോഫി. സഞ്ജുട്ടനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ മോളെ, എനിക്ക് അങ്ങനെ അതില്ലാതെ പറ്റില്ല. ഒരു ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ സഞ്ജുട്ടാ. ശരി, ഞാൻ ശ്രമിക്കാം. എനിക്ക് ശരിക്കും വയ്യാട്ടോ മോളെ. ഒന്ന് ശ്രമിക്ക സഞ്ജുട്ടാ. എന്താ? എന്ത്? സോപ്പും ടവലും ബ്രഷും പേസ്റ്റും ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരണം മോളെ. നിനക്ക് തന്നെ രാവിലെ ഇതെല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് തന്നുകൂടെ? ദേ, നീ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. ഇവനെ ഞാനിന്ന് തൊല്ലി കൊല്ലും ജോടത്തേണ്ടി. നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ സഞ്ജുട്ടാ. എനിക്ക് ഏട്ടന്റെ സ്വഭാവവും ചിട്ടകളൊക്കെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുവരെ ഒന്ന് ക്ഷമിക്കേ. സഞ്ജുട്ടൻ കുളിച്ചു തുടങ്ങിക്കോ. തോർത്ത് ഞാൻ അപ്പോഴേക്കും എല്ലാത്തേക്ക് കൊണ്ട് തന്നോളാം. നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിക്കില്ല സഞ്ജുട്ടാ. വിളിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെയാവും. എനിക്ക് നിന്നെ ഉപയോഗിച്ച് ഗോപാൽജിയുടെ വീട്ടിൽ കയറണം. എല്ലാം ശരിയായി നിൽക്കുന്ന സമയത്ത് പഠിക്കൽ ചെന്നിട്ട് കാലം ഉടയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈശ്വര, ഈ മാരണത്തിന് സഹിക്കാനുള്ള ക്ഷമ എനിക്ക് തരണേ. മോളെ സ്വപ്നേ, ഇവിടെ ഹീറ്റർ ഇല്ലല്ലോ. ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കൂ. അത് സാരമില്ല സഞ്ജുട്ടാ. ഇപ്പൊ നന്നായി വെയിൽ വന്നിട്ടുണ്ട്. ടാങ്കിൽ വെയിലടിച്ച് വെള്ളത്തിന് നല്ല ചൂടുണ്ടാവും. അത് നന്നായി. ഇനി എന്നും ഈ സമയത്ത് തന്നെ എഴുന്നേക്കാം. ഇവനെ ഗോപാൽജി ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഗോപാൽജിയുടെ മകനെന്നല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അത് വൈകാതെ നീ മനസ്സിലാക്കും. ചുമ്മാതല്ല ഗോപാൽജി ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞത്. ഇവനെ സേവിച്ച് അനുഭവിക്കുന്നാവും അയാൾ ഉദ്ദേശിച്ചത്. എത്രയും പെട്ടെന്ന് ഗോപാൽജിയുടെ വീട്ടിൽ കയറിയില്ലെങ്കിൽ പ്രശ്നമാവും.